നാളെ നടക്കുന്നതെല്ലാം മുൻകൂട്ടി കാണാൻ പറ്റിയാൽ നീ എന്തൊക്കെ ചെയ്യും? അല്ല, നീ എന്താ പറഞ്ഞു വരുന്നേ? വർഷം 2016. ഇവരില്ലേ എന്റെ കൂടെ എല്ലാത്തിനും കട്ടക്ക് നിൽക്കുന്ന ഫ്രണ്ട്സ് ആയിരുന്നു. രഘുവും തങ്കുവും പിന്നെ ഇത് ഞാൻ. ഇവര് രണ്ടുപേരാണെങ്കിൽ ആവശ്യമില്ലാതെ തല്ലുകൂടുന്ന ടീംസ് ആയിരുന്നു. എന്നാൽ ഞാനൊരു പക്കാ ഡീസന്റ് ആയിരുന്നു കേട്ടോ. ഓ, നീ വല്ലാതെ തള്ളല്ലേ, നിന്നെ എനിക്കറിയാലോ. എന്തേലും ആവട്ടെ. എന്റെ ഗ്രാൻഡ്പാ പണ്ട് കാലത്തെ സയന്റിസ്റ്റ് ആയിരുന്നു. എന്നാൽ സ്വന്തം വീട്ടിൽ പരീക്ഷണങ്ങളൊന്നും നടത്താൻ പറ്റാത്തതിനാൽ അദ്ദേഹം കാട്ടിനുള്ളിൽ ഒരു ചെറിയ റിസർച്ച് റൂം ഉണ്ടാക്കിയിരുന്നു. അവിടെ ഈ ചെറിയ കണ്ടുപിടുത്തം മുതൽ വലിയ കണ്ടുപിടുത്തം വരെ നടത്തിയിരുന്നു. എന്നാൽ ഗ്രാൻഡ്പാ മരണപ്പെട്ടിട്ട് ഒരുപാട് കാലമായി. അദ്ദേഹം എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ റിസർച്ച് റൂം എല്ലാ ദിവസവും സൂക്ഷിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഓരോ ദിവസവും ആ പഴയ റിസർച്ച് റൂം മെയിൻറ്റെയിൻ ചെയ്യാൻ കാട്ടിലേക്ക് പോകാറുണ്ട്. അവിടെ ഈ മൃഗങ്ങളുടെ ശല്യം കാരണമില്ലേ ആ വീടിനെ ചുറ്റുമായി മതില് പണിയാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിന്നെ കണ്ട ഏത് മൃഗവും ഓടുമല്ലോ, പിന്നെ എന്തിനാടാ മതിലേ? പൊന്നാര മോനെ, അടങ്ങി നീ, ബാക്കിയൊന്നും പറയട്ടെ. അങ്ങനെ ഞങ്ങൾ അടിത്തറക്കുള്ള കുഴി കുഴിക്കുകയാണ്. അപ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. തങ്കു പിക്കാസ് വെച്ച് കുഴിച്ചപ്പോഴില്ലേ എന്തോ ഒരു ഒബ്ജക്റ്റിലേക്ക് തട്ടിയ ശബ്ദം കേട്ടു. അതെന്തായിരിക്കുമെന്ന് നോക്കാൻ മണ്ണ് മാറ്റിയപ്പോൾ ഒരു പഴയ ഇരുമ്പിന്റെ ബോക്സ്. ഒരു സാധാരണ ബോക്സ് എന്ന് കരുതിയാണ് ഞങ്ങൾ അത് എടുത്തത്. ആ ബോക്സ് തുറന്നപ്പോഴല്ലേ ഗ്രാൻഡ്പയുടെ പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയും പിന്നെ കുറച്ച് ബുക്സും കിട്ടി. പിന്നെ സാധാരണ ഒരു കണ്ണാടിയും. അതെടുത്ത് എന്റെ മുടി ശരിയാക്കാൻ നോക്കിയപ്പോൾ ഞാനൊന്ന് സുന്ദരനായ പോലെ. ഒരു നിമിഷം എന്റെ അടക്കം മേലോട്ട് പോയി. നിക്ക് പറയട്ടെ. ആ കണ്ണാടിയിൽ റിഫ്ലക്റ്റ് ആയതില്ലേ ഞാൻ തന്നെയാണ്. പക്ഷേ കണ്ണാടിയിൽ കാണുന്ന ഞാൻ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ഷർട്ടല്ല. ഞാൻ നാളെ ധരിക്കാൻ മാറ്റിവെച്ച ഒരു ഗ്രേ ഷർട്ടായിരുന്നു അത്. അതേപോലെ അവരും കണ്ണാടിയിൽ നോക്കി. നാളെയുള്ള ലുക്കിൽ തന്നെ. ആ രണ്ടിന്റെയും കിളി അങ്ങ് ഇല്ലാണ്ടായി. എല്ലാം കൂളായപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊരു ഫ്യൂച്ചർ മിററിംഗ് ആണെന്ന്. ഒരു ദിവസം മുന്നോട്ടുള്ള ഫ്യൂച്ചർ മാത്രമേ കാണുകയുള്ളൂ എന്ന്. അപ്പൊ അത് സത്യമാണോ? ഗ്രാൻഡ്പാ അവസാനമായി ഒരു കണ്ണാടിയെ പറ്റി പണ്ടൊരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ അത്ര കാര്യമായി എടുത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. അടുത്ത ദിവസം ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് കരുതി ഞാനില്ലേ കണ്ണാടിയിലേക്ക് നോക്കുകയാണ്. എന്നാൽ ആ കണ്ണാടിയിലെ കാഴ്ച കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്നെപ്പോലെ ഒരു പയ്യൻ ഫസ്റ്റ് പ്രൈസ് ലോട്ടറി അടിക്കുകയാണ്. അത് വേറെ ആരുമല്ല, എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു പയ്യനായിരുന്നു. ഇത് കാണുന്ന ഞാൻ വെറുതെ ഇരിക്കില്ലല്ലോ, അത് എനിക്ക് തന്നെ വേണമെന്നുള്ള വാശിയിലായിരുന്നു അന്ന് ഞാൻ. എടാ മഹാപാപി, ഒരുത്തനെയും രക്ഷപ്പെടാൻ സമ്മതിക്കരുത് കേട്ടോ. അങ്ങനെ ഞാൻ പയ്യന്മാരുടെ അടുത്ത് കാര്യമെല്ലാം പറഞ്ഞ് ഫുൾ കോൺഫിഡൻസോട് കൂടി ടിക്കറ്റ് വാങ്ങാൻ പോവുകയാണ്. ലോട്ടറിയിലെ നമ്പറെല്ലാം ചെക്ക് ചെയ്താണ് എടുക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം ലോട്ടറി അടിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് തങ്കു ആ കാര്യം തിരിച്ചറിയുന്നത്. ഞങ്ങൾ എടുത്ത ടിക്കറ്റില്ലേ ചെറുതായിട്ടൊന്ന് മാറിയിരിക്കുന്നു. അതായത് ആ ടിക്കറ്റിലെ നമ്പറെല്ലാം സെയിം ആണ്. പക്ഷേ അതിലെ ഡ്രോ ഡേറ്റ് ഞങ്ങളെ ചതിച്ചു. ഞങ്ങൾ എടുക്കാൻ നിന്നത് 15/5/2016 ടിക്കറ്റാണ്. പക്ഷേ ഞങ്ങൾ എടുത്തത് മറ്റൊരു ദിവസത്തെ ടിക്കറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ലോട്ടറി സ്വപ്നങ്ങളെല്ലാം അടപടലും ത്രീയായിരിക്കുന്നു. ഹോ, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നീ എന്തേലും പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നാലും ഞങ്ങൾ ഈ കണ്ണാടി വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ഈ ചെറിയ കാര്യങ്ങളെല്ലാം കണ്ണാടിയെ ആശ്രയിച്ചു തുടങ്ങിയിരുന്നു. എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ എന്നെല്ലാം കണ്ണാടിയിൽ നോക്കും. എന്നിട്ട് ബൈക്കിന്റെ ടയർ പഞ്ചറാവുന്നതും ഞങ്ങൾ മഴ നനഞ്ഞു പോകുന്നതും എല്ലാം കാണും. എല്ലാം സ്മൂത്തായിട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം എനിക്കൊരു സംശയം, ആ വീടിന്റെ ഡോർ ലോക്ക് ചെയ്തോ ഇല്ലയോ എന്ന്. അങ്ങനെ ഞാൻ രാത്രി ഒറ്റയ്ക്ക് വീടടക്കാൻ പോവുകയാണ്. എന്നിട്ട് ഡോർ ലോക്ക് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ ഇല്ലേ എൻ്റെ പുറകിലായിട്ട് ഒരു അസാധാരണ നിഴൽ കണ്ടതുപോലെ എനിക്ക് തോന്നിയത്. ഇതെല്ലാം ഇല്ലേ ഞാൻ വീട്ടിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണാടിയിൽ കണ്ട ആ നിഴൽ ആരാണെന്നോ മുഖം എന്താണെന്നോ വ്യക്തമായി കാണുന്നില്ലായിരുന്നു. പക്ഷേ നാളെ എന്തോ വലിയ അപകടം നടക്കുമെന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ രാത്രി കാട്ടിലൂടെ നടക്കുകയാണ്. കാറ്റും മഴയും എല്ലാം ഉണ്ടായിരുന്നു. അവസാനം വീടിനോട് അടുക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒരു ശബ്ദം കേട്ടത്. ഒരു വലിയ ഉണങ്ങിയ മരം ഞങ്ങളുടെ പുറകിലായിട്ട് വീഴുന്നു. ജസ്റ്റ് മിസ്സിനായിരുന്നു അന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ആ കണ്ണാടിയിൽ കണ്ട നിഴൽ ഒരു അസാധാരണ ജീവിയുടേതോ അല്ലെങ്കിൽ ഒരു ആത്മാവിന്റെ നിഴലോ അല്ലായിരുന്നു, മറിച്ച് വീഴാൻ പോകുന്ന ഒരു മരത്തിന്റെ നിഴലായിരുന്നു എന്ന് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. അല്ലെങ്കിലും നിനക്ക് കുറച്ച് കയ കൂടുതലാ. അവിടെ അപകടം കണ്ടിട്ടു നീ അങ്ങോട്ട് പോയല്ലോ. നീയൊക്കെ കിട്ടിയാലേ പഠിക്കൂ. എന്തായാലും ഒരു വലിയ അപകടത്തിൽ നിന്നാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി, കണ്ണാടി ഭാവി കാണിക്കുമെങ്കിലും എപ്പോഴും കണ്ണാടിയെ തന്നെ ആശ്രയിച്ചാൽ പണി സ്വയം വിളിച്ചു വരുത്തുന്നത് പോലെയാണ്. അവസാനം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ആ കണ്ണാടി എടുത്ത് ഗ്രാൻഡ്പയുടെ വീട്ടിൽ ഭദ്രമായി സൂക്ഷിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ കണ്ണാടി തിരിച്ചു വെക്കാൻ വേണ്ടി വീട്ടിലേക്ക് കയറുമ്പോഴാണ് നേരെ കണ്ണാടിയുമായി ഞാൻ തെന്നി വീഴുന്നത്. ആ കണ്ണാടിയും പൊട്ടിപ്പോയി. ഇനി എന്ത് ചെയ്യുമെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. കാരണം ഗ്രാൻഡ്പയുടെ അവസാനത്തെ കണ്ടുപിടുത്തവും അതേപോലെ ഓർമ്മയുമാണത്. അല്ല, അപ്പൊ കണ്ണാടി പൊട്ടിപ്പോയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ?
നീ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ആ കണ്ണാടി പൊട്ടിയതോടെ കഥ ഇവിടെ അവസാനിച്ചു എന്ന്. എന്നാൽ നീ പ്രതീക്ഷിക്കാത്തൊരു വമ്പൻ ടിസ്റ്റ് നടക്കുന്നുണ്ട്. ആ പൊട്ടിയ കണ്ണാടിയില്ലേ, അതെടുത്തൊന്ന് നോക്കുമ്പോഴാണ് ആ ഗ്ലാസ് പീസിന്റെ പുറകിലായിട്ട് ഒരു ചെറിയ കടലാസ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതിൽ എന്തോന്ന് എഴുതിയിട്ടുണ്ട്. അത് കണ്ടതും ഞാൻ ശരിക്കൊന്ന് ഞെട്ടിപ്പോയി. ആ കടലാസിൽ എഴുതിയിരിക്കുന്നത് ഇതാണ്: നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കണ്ണാടിയില്ലേ, അത് വെർഷൻ 1 ആണ്. എന്നാൽ ഇതിന്റെ ഫൈനൽ വെർഷനായ കണ്ണാടി ഇപ്പോഴും ഈ കാട്ടിൽ തന്നെ ഉണ്ട്. നമ്മുടെ വെർഷൻ 1 കണ്ണാടിയില്ലേ, അതിന് ഒരു ദിവസത്തെ ഫീച്ചർ മാത്രമേ കാണാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു ഫീച്ചേഴ്സും അതിനില്ല. എന്നാൽ ഇനിയെങ്ങാനും ഈ വെർഷൻ 2 ഫ്യൂച്ചറിലെ എല്ലാ ദിവസവും അതേപോലെ പാസ്റ്റിലെ എല്ലാ ദിവസവും കാണാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ടൈമിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കണ്ണാടിയാണെങ്കിലോ, ഒരു ടൈം ട്രാവൽ കണ്ണാടി. നല്ല സൂപ്പർ കഥ. വേഗം ഒരു സിനിമ എടുക്കുന്നേ. ഗൈസ്, ഇതിൻ്റെ പാർട്ട് 2 വേണോ വേണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണേ. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്ബൊക്കെ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.